പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ആമേൻ ജൂലൈ മാസം 8-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തി, ശ്രേഷ്ഠമായിട്ട് നടത്തിയില്ലേ? ആവശ്യങ്ങളിലൊക്കെ കൂട്ടായിട്ടിരുന്നില്ലേ? അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചില്ലേ? രോഗങ്ങളിൽ നിന്ന് വിടുവിച്ചില്ലേ? നമ്മുടെ സകല ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കരം കഴിഞ്ഞ പകൽക്കാലം നമ്മൾ അനുഭവിച്ചില്ലേ? അപ്പാ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തി. അപ്പയ്ക്ക് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അപ്പാ സ്തോത്രം അപ്പാ. അങ്ങയുടെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചല്ലോ. ആവശ്യങ്ങളിൽ കൂടെ ഇരുന്നല്ലോ. ആളും സഹായവുമായി ഞങ്ങളുടെ കൂടെ ഇരുന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിനും കർത്താവിന് സ്തോത്രം. അപ്പോൾ ആ ഉറക്കം അങ്ങയുടെ ദാനമാണ്. ആ ഉറക്കം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. അപ്പോൾ കിടന്നുറങ്ങി അനേകർ ഉണരാതെ പോയപ്പോൾ കർത്താവിൻ്റെ കൃപയാൽ ഈ പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ അങ്ങ് തന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നതിന് സ്തോത്രം. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതിന് സ്തോത്രം. രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്നതിന് സ്തോത്രം. കർത്താവിൻ്റെ ഉള്ളം കൈ ഞങ്ങളെ വരച്ചിരിക്കുന്നതിന് സ്തോത്രം. കണ്ണിലെ കൃഷ്ണമണി പോലും ഞങ്ങളെ കാക്കുന്നതിന് സ്തോത്രം. അമ്മൻ പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലും അങ്ങ് ഞങ്ങളെ ഈ ദിവസം ചുറ്റിപ്പറന്ന് കാക്കുന്നതിനായി സ്വർഗീയ സംരക്ഷണം ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. അപ്പോൾ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളങ്ങേ പൂർണ്ണ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങേ പൂർണ്ണ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യും. ആമേൻ. 132 സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറഞ്ഞു പൂർണ്ണ ഹൃദയത്തോടെ. അതേ കർത്താവെ, ഞങ്ങളങ്ങേ പൂർണ്ണ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ പറഞ്ഞ് ഹല്ലേലൂയ. അപ്പാ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായിട്ട് സ്തോത്രം, ദയക്കായിട്ട് സ്തോത്രം, മനസ്സലിവിനായിട്ട് സ്തോത്രം. എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും ബ്ലസ് ചെയ്യുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും കർത്താവിൻ്റെ കൃപയുണ്ടാകണം. അവരെ അനുഗ്രഹിക്കണം, അവരെ സംരക്ഷിക്കണം. ഒന്നിനും കുറവില്ലാതെ കർത്താവ് അവരെ സൂക്ഷിച്ചുകൊള്ളണം. പ്രത്യേകിച്ച് കർത്താവ് രോഗികളായിരിക്കുന്നു, ബ്രെയിൻ ഹെമറേജും ബ്ലീഡിങ് വന്നിട്ട് സ്ട്രോക്കായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നവർ, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് മുഖാന്തരം ഭവനങ്ങളിലായിരിക്കുന്നവർ, ഇപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. മനുഷ്യന് സാധ്യം, ഡോക്ടർമാർക്ക് കഴിയാത്തത്, ശാസ്ത്രത്തിന് കഴിയാത്തത് അങ്ങേക്ക് കഴിയും. 4 ആൾ ചേർന്ന് ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് പുരയുടെ മേൽക്കൂര ഇളക്കി ആമേൻ യേശു അങ്ങയുടെ സന്നിധിയിൽ അവരെ കൊണ്ടുവന്നപ്പോൾ അങ്ങ് അവരുടെ വിശ്വാസം കണ്ട് ആ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയതുപോലെ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാ തളർവാദ രോഗികളും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ തളർവാദ രോഗികളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൈകാലുകൾ ചലിക്കട്ടെ, ശാരീരികമായി ശക്തി പ്രാപിക്കട്ടെ, ബലം പ്രാപിക്കട്ടെ. അങ്ങനെ അത്ഭുത പ്രവൃത്തി നടന്നതിന് സ്തോത്രം. അതുപോലെ കർത്താവേ, ജന്മന സംസാരശേഷി നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗത്താൽ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയവർ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ സംസാരശേഷി മടങ്ങി വരട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അവരുടെ സംസാരശേഷി മടങ്ങി വരട്ടെ. അതുപോലെ കർത്താവേ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവർ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി അവർക്ക് വേണ്ടി വെളിപ്പെടണം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മാറ്റണമേ. കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കുവാനുള്ള പ്രയാസങ്ങൾ മാറണമേ. കർത്താവെ, അതാത് മാസത്തിൽ ബില്ലുകൾ പേ ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതിനകത്തുനിന്ന് അവരെ പുറത്തു കൊണ്ടുവരണം. ഒരു സമൃദ്ധിയിലേക്ക് കർത്താവ് കൊണ്ടുവരുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവ്, ഇന്ന് പ്രഭാതത്തിൽ മറ്റെല്ലാ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും കഴിയുന്നവരെ ഞങ്ങളുടെ കരങ്ങളിൽ തന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. ഈ അന്ത്യകാലത്ത് വലിയൊരു ഉണർവിന് വേണ്ടി കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഏറ്റവും മഹത്തരമായി തീരട്ടെ, അസാധാരണമായി തീരട്ടെ, ശ്രേഷ്ഠമായി തീരട്ടെ. കർത്താവെ, അങ്ങ് അത്ഭുതങ്ങളിലൂടെ നടത്തുന്നതിന് സ്തോത്രം. കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക. അത് നിങ്ങൾക്ക് നിശ്ചയമായിട്ടും അനുഗ്രഹത്തിന് കാരണമാകും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, യഹോവ ശമൂവേലിനോട് അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു.
മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ആമേൻ ഹൃദയത്തെ നോക്കുന്നു എന്നാണ്. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് തന്ന ദൂതിത ഹൃദയത്തെയാണ് കർത്താവ് നോക്കുന്നത്. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കും, പുറമേ ഉള്ളത് വെച്ച് മനുഷ്യൻ വിധി എഴുതുമ്പോൾ കർത്താവ് നോക്കുന്നത് അകമേ ഉള്ളത്. പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് ഈ സന്ദേശത്തെ വേറൊരു ആംഗിളിലാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തെ നോക്കണം. നമ്മൾ ആത്മീകരാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടാകാം, നമ്മൾ ആരാധിക്കുന്നവരാകാം, പ്രാർത്ഥിക്കുന്നവരാകാം, ആത്മീക ശുശ്രൂഷകളിൽ പങ്കാളികളാകാം, ഒരുപക്ഷെ ആത്മീക ശുശ്രൂഷകൾ ചെയ്യുന്നവരാകാം, സോഷ്യൽ മീഡിയയിൽ ആത്മീകമായ പോസ്റ്റുകൾ ഇടുന്നവരാകാം, ആത്മീക സുഹൃത്തുക്കൾ നമുക്കുള്ളവരാകാം, ഒരുപക്ഷെ നമുക്ക് പാരമ്പര്യമായിട്ട് നമുക്ക് ദൈവസഭയുമായിട്ടൊക്കെ ബന്ധമുള്ളവരാകാം. പക്ഷെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, അങ്ങനൊരു ബന്ധമാണോ നമുക്കുള്ളത്? അതോ നമ്മൾ വാസ്തവമായി ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരാണോ എന്നുള്ളതാണ് കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളോട് ചോദിക്കുന്നത്. അതായത് പലരും ദൈവമക്കളാണെന്ന് പറയുന്നു, ദൈവിക ഭാഗത്താണെന്ന് പറയുന്നു എങ്കിൽ പോലും പുറമേ ഭയങ്കര ഭക്തിയും ഭാവമൊക്കെ ഉണ്ടെങ്കിലും അകമേ എത്രമാത്രം കർത്താവിനെ ഇഷ്ടപ്പെടുന്നു, കർത്താവിനെ സ്നേഹിക്കുന്നു, കർത്താവിനോടുള്ള ബന്ധം എത്രമാത്രം ശക്തമാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആമേൻ. ഹൃദയത്തെ കർത്താവ് നോക്കുന്നു, പുറമേ വേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമാണോ? നമ്മൾ ചെയ്യുന്നതൊക്കെ കർത്താവിനെന്ന വണ്ണമാണോ ചെയ്യുന്നത്? നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, നമ്മൾ ആരാധിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തിലാണോ? അതോ മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയാണോ? മാതാപിതാക്കളെ കാണിക്കാൻ വേണ്ടിയാണോ? കർത്തൃദാസന്മാരെ കാണിക്കാൻ വേണ്ടിയാണോ? ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ അന്ത്യകാലത്ത് നിന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം വാസ്തവമായിട്ടുള്ളതാണോ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബന്ധം വാസ്തവമായിട്ടുള്ളതാണോ? അതോ നമ്മളെ കണ്ടുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥനയ്ക്ക് വരുന്നതേ ഉള്ളൂ? അവർ ഏത് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്? ഈ ദിവസങ്ങളിൽ ശരിയാവണ്ണം ഒന്ന് ശോധന ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. കാരണം അനന്യാസിനും സഫീറയ്ക്കും പറ്റിയത് അറിയാമല്ലോ. അവരെ അന്ന് എല്ലാവരും വസ്തു വിൽക്കുന്നു, അവരും വസ്തു വിറ്റു. പക്ഷേ അവർക്ക് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടല്ല അവർ വസ്തു വിറ്റത്. അവർ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് കുറച്ച് കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ചു, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു, പൂർണ്ണമായിട്ട് വെച്ചില്ല. അപ്പോൾ അവർ കർത്താവിനെ സ്നേഹിച്ചിട്ടല്ല ചെയ്തത്. ഇതുപോലാകരുത് നമ്മളുടെ ആരാധന, ഇതുപോലാകരുത് നമ്മുടെ ചർച്ചിൽ പോകുന്നത്, ഇതുപോലാകരുത് നമ്മുടെ പ്രാർത്ഥനയൊന്നും. പൂർണ്ണമായിരിക്കണം. അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് അനന്യാസും സഫീറയും അങ്ങനെയൊക്കെ ചെയ്തത്. നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. ഈ അന്ത്യകാലത്ത് പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയുള്ള ഒരു ആത്മീയതയല്ല നമുക്ക് വേണ്ടത്. പുറമേ ഉള്ള ഒരു ആത്മീയത മാത്രമല്ല നമുക്ക് വേണ്ടത്. അകമേ നമ്മൾ ആത്മീയരായിരിക്കണം. അകമേ നമ്മൾ ആത്മീയരായിരിക്കണം. അത് കർത്താവ് നമ്മളെ ശക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. നമ്മൾ അകമേ ആത്മീയരായിരിക്കണം. പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞങ്ങളോട് നിങ്ങൾ കേട്ടതുപോലെ ദൈവപ്രസാദത്തിന് വേണ്ടി ജീവിക്കണം, അതിൽ അധികം വർദ്ധിച്ചു വരണം. അപ്പം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കുടുംബമായിട്ട് നമുക്കൊരാഗ്രഹമുണ്ടാണ്, ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം, ദൈവത്തിന് പ്രസാദം കൊണ്ടിരുന്നവരായിരിക്കണം. കർത്താവ് ഞങ്ങളുടെ ജീവിതം കണ്ട് സന്തോഷിക്കണം, ഞങ്ങളെ കണ്ട് കർത്താവ് സന്തോഷിക്കണം, ഞങ്ങളുടെ മനസ്സ് കണ്ട് കർത്താവ് സന്തോഷിക്കണം, ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ ജീവിതം കണ്ട് കർത്താവ് സന്തോഷിക്കണം. അതാണ് ദൈവപ്രസാദം എന്ന് പറയുന്നത്. പരസ്യമായ ജീവിതവും രഹസ്യമായ ജീവിതവും ഒരുപോലെ അറിയുന്നവൻ നമ്മുടെ കർത്താവ്. അപ്പം നമ്മുടെ പരസ്യമായ ജീവിതത്തെയും രഹസ്യമായ ജീവിതത്തെയും കാണുമ്പോൾ കർത്താവ് സന്തോഷിക്കുവാൻ ഇടവരണം. അതാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. നമ്മൾ പരസ്യ ജീവിതത്തിൽ മാത്രം കർത്താവിനെ സന്തോഷിപ്പിക്കുന്നവരാകാതെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോഴും സ്റ്റേജിന് പുറത്ത് നിൽക്കുമ്പോഴും, ആലയത്തിലിരിക്കുമ്പോഴും പുറത്ത് നിൽക്കുമ്പോഴും, വീടിനകത്ത് നിൽക്കുമ്പോഴും വീടിന് പുറത്തായിരിക്കുമ്പോഴും, നമ്മളെ ആരും കാണാത്ത സാഹചര്യങ്ങളിൽ നമ്മളായിരിക്കുമ്പോഴും നമ്മൾ ആരെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം? കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് ജയകരമായി പോകുവാൻ കഴിയുള്ളൂ. ആ പൂർണ്ണമായ ദൈവിക അനുഗ്രഹത്തിൽ ജീവിക്കുവാൻ കഴിയൂ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ വേറെ ആരെയും ശോധന ചെയ്യാൻ പോകണ്ട. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. കർത്താവേ, നീ എൻ്റെ ഹൃദയം നോക്കുമ്പോൾ, കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് അങ്ങയോടുള്ള സ്നേഹം എത്രമാത്രമുണ്ട്? അതോ അങ്ങ് എനിക്ക് തരുന്ന അനുഗ്രഹങ്ങളോടാണോ എൻ്റെ സ്നേഹം? അതോ ഞാൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രവൃത്തിയാണോ ചെയ്തത്? അത് നമ്മളോട് തന്നെ ചോദിക്കുക. കർത്താവ് നിങ്ങളെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. ഹൃദയത്തെ നോക്കുന്ന കർത്താവ് നമ്മുടെ ഹൃദയത്തെ നോക്കുമ്പോൾ നല്ല ഹൃദയമുള്ളവരായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പെട. കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. കരമുയർത്തി ഒന്നുകൂടെ പറഞ്ഞ്, ഞങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ്.
and highly favored. God bless you. God bless you. God bless you.